കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ വിനോദസഞ്ചാരത്തിനിടെ മരിച്ച ശ്രീനന്ദയ്ക്ക് കണ്ണീരോടെ വിട നൽകി നാട്. ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തി. തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അപകടം നടന്ന് 5 ദിവസത്തിനു ശേഷമാണ് 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. ഒരു നാടാകെ വിറങ്ങലിച്ച മനസ്സുമായി ശ്രീനന്ദയ്ക്ക് വിട പറയാനെത്തിയ കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്കു കാണാൻ ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തി. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി അനക്കമില്ലാതെ കിടക്കുന്നത് കാണാൻ സാധിക്കാത്ത സഹപാഠികൾ പലരും പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു തളർന്ന അവസ്ഥയിലായിരുന്നു അമ്മ രോഹിണി. അവരെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ നന്നേ ബുദ്ധിമുട്ടി. മാണിക്യധാര മലഞ്ചെരുവുകൾക്കിടയിൽ 1500 അടിയോളം താഴ്ചയിൽ നിന്നാണ് ശ്രീനന്ദയുടെ മൃതദേഹം 4 ദിവസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത്. കുട്ടിയുടെ തിരോധാനത്തിൽ അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നെങ്കിലും കർണാടകയിൽ നടന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയാണ് മരണകാരണമെന്നാണ് പറയുന്നത്. നാട്ടിലെ ഒരു പൂരത്തിന് ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് പ്രദേശത്തെ 40ഓളം ആളുകൾ പങ്കെടുപ്പിച്ച് ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചത്. എന്നാൽ ഈ യാത്ര ഒരു നാടിനെ മുഴുവൻ തീരാ ദുഃഖത്തിലാഴ്ത്തുകയായിരുന്നു. ഒന്ന് ബാക്കിൽ മാറും. എല്ലാവരും ഒരുമിച്ച് തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. CCN കടമ്പഴിപ്പുറം.